Today's headlines brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്. ഈ മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. യാക്കോബായ സഭ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയസ് ഇന്ന് ചുമതലയേൽക്കും. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ രംഗത്തിറങ്ങിയ സംഘടനാ ഭാരവാഹികൾക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻസ് ഷിക്കാഗോ പിന്തുണ പ്രഖ്യാപിച്ചു. ലാനയുടെ എന്റെ എഴുത്തുവഴികൾ പരമ്പര 28-ന് വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ നാനായ കമ്മ്യൂണിറ്റി സെന്റർ ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് സ്ഥാപിതമായതിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം KCCNA നാഷണൽ കൗൺസിലിന്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടു. അമേരിക്കൻ മലങ്കര അതിഭദ്രാസനത്തിൽ ഉൾപ്പെട്ട ഡാളസ് സെന്റ് ഇഗ്നോഷ്യസ് കത്തീഡ്രൽ സെന്റ് പോൾസ് മെൻസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഹബേബ് എന്ന പേരിൽ നൂതനമായ ഒരു ചാരിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. MACF 2025 കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം മാർച്ച് 29-ന് അതിഗംഭീരമായി നടത്തുന്നു. യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയസ് സ്ഥാനമേറ്റു. ഗോബിയോ വാർഷിക സമ്മേളനത്തിൽ 8 പേരെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറയും സ്നേഹാദരവും നടത്തി. മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം വെസ്റ്റേൺ റീജിയൻ 12ാമത് വാർഷിക റീജിയണൽ കോൺഫറൻസ് മാർച്ച് 29-ന് വൈകുന്നേരം. ഇന്ത്യൻ അമേരിക്കൻ ഇമ്പാക്ട് ഫണ്ട് 2025 ഇലക്ഷൻ സൈക്കിളിലുള്ള ഏതാനും സ്ഥാനാർത്ഥികളെ എൻഡോഴ്സ് ചെയ്തു. This news reels brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്.